സ്കാൻ ചെയ്തപ്പോൾ കിഡ്നിയിൽ കല്ല് കണ്ടു. ഇതിന് സർജറി ആവശ്യമുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരമെന്ന് പറയുന്നത്, ആദ്യം ഈ കല്ല് കൊണ്ട് രോഗിക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ? 2, കല്ലിൻ്റെ വലിപ്പം എത്രയാണ്? എല്ലാ കല്ലുകൾക്കും ചികിത്സ ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി സ്കാൻ എടുക്കുമ്പോൾ ചിലപ്പോൾ കിഡ്നിയിൽ 3 മില്ലിമീറ്റർ 5 മില്ലിമീറ്റർ കല്ലുകൾ കാണും. അതുകൊണ്ട് രോഗിക്ക് ഒരു പ്രയാസവും ഇല്ലെങ്കിൽ അതിന് ചികിത്സ ആവശ്യമില്ല. അതേപോലെ കിഡ്നിയിലൊരു ചെറിയ കല്ലുണ്ട്, ഒരു 5 മില്ലിമീറ്റർ കല്ലാണ്, പക്ഷേ അതുകൊണ്ട് ബ്ലോക്ക് ഉണ്ട്, അല്ലെങ്കിൽ രോഗിക്ക് വേദനയുണ്ട്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരികയാണ്. അങ്ങനെയാണെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ എല്ലാ കേസസിലും സർജറിയാണോ വേണ്ടത്? ഒരിക്കലും അല്ല. വളരെ ചെറിയ കല്ലാണെങ്കിൽ അതിന് മെഡിക്കൽ മാനേജ്മെൻറ്റ് പോസിബിൾ ആണ്. അതിനെ അലിയിച്ച് കളയാനോ അല്ലെങ്കിൽ അതിനെ പുറന്തള്ളാനുള്ള മരുന്നുകളോ അവൈലബിൾ ആണ്. പക്ഷേ കല്ലിൻ്റെ വലിപ്പം 1 സെൻറ്റിമീറ്റർ കൂടുതലാണെങ്കിൽ, അത് എസ്പെഷ്യലി കാൽഷ്യത്തിൻ്റെ കല്ലാണെങ്കിൽ, അത് മെഡിക്കൽ മാനേജ്മെൻറ്റിൽ പോകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. സർജറി എന്ന് പറയുമ്പോൾ പഴയ കാലം പോലെ ഇപ്പം വയറ് കീറി കിഡ്നി കീറി കല്ല് പുറത്തെടുക്കലല്ല. എൻഡോസ്കോപ്പിക് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. അതായത് ഇപ്പം നമ്മുടെ മൂത്രവാഹിനി കുഴലിലോ അല്ലെങ്കിൽ കിഡ്നിക്കകത്തോ 3 സെൻറ്റിമീറ്ററിന് താഴെയുള്ള കല്ലാണെങ്കിൽ അതിന് നമുക്ക് RIRS എന്ന് പറയുന്ന പ്രക്രിയ കൊണ്ട് അതിനെ പൂർണ്ണമായും മാറ്റാൻ സാധിക്കും. അതായത് റിട്രോഗ്രേഡ് ഇൻട്രാറീനൽ സർജറി. നമ്മുടെ രോഗിയുടെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽക്കാത്ത പ്രൊസീജിയറാണ്. നമ്മുടെ മൂത്രവാഹിനി കുഴലിലൂടെ ഉള്ളിലോട്ട് പോയി ചെറിയ നമ്മുടെ പേനയുടെ റീഫിലിൻ്റെ സൈസിലുള്ള ടെലിസ്കോപ്പ് വെച്ച് കല്ല് വരെ എത്തി അതിനെ ലേസർ ഇട്ട് പൊടിച്ച് കളയുന്ന ടെക്നിക്കാണ്. ഇത് ടോട്ടലി പെയിൻലെസ് പ്രൊസീജിയറാണ്. അതായത് ഫുൾ അനസ്തീഷ്യയിലാണ് ചെയ്യുന്നത്. ഇതിനുശേഷം ഈ പൊടികൾ പൂർണ്ണമായും പുറത്ത് പോകാനായിട്ട് ഒരു സ്റ്റെൻറ്റ് ഒരു 2-3 ആഴ്ചത്തേക്ക് ഇടുകയും ചെയ്യും. ആ സ്റ്റെൻറ്റ് പിന്നെ എടുത്ത് കളയുന്നതുമാണ്. പക്ഷേ കല്ല് വളരെ വലിയ കല്ലാണ്. ഇപ്പോൾ ഒരു 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ കല്ലാണെങ്കിൽ ഇതേ പ്രക്രിയ ഒരു 2 പ്രാവശ്യം ചെയ്യുകയോ അല്ലെങ്കിൽ PCNL എന്ന് പറയുന്ന കീഹോൾ പ്രൊസീജിയർ ചെയ്യുകയോ ആവശ്യമാണ്. പക്ഷേ ഇതോടൊപ്പം കിഡ്നിക്ക് എന്തെങ്കിലും അനാറ്റമിക്കൽ അബ്നോർമാലിറ്റീസ്, അല്ലെങ്കിൽ കിഡ്നിക്ക് ജന്മനുള്ള തകരാറ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്കൊരു കീഹോൾ പ്രൊസീജിയറോ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിയോ വേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ സ്കാനിൽ കാണുന്ന എല്ലാ സ്റ്റോണിനും സർജറി ആവശ്യമില്ല.